ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും ആർക്കായാലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിച്ചു തുടങ്ങിയാൽ പിന്നെ തിന്നുകൊണ്ടേയിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ അവലും പഴവും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് തുടങ്ങാം. നിങ്ങൾക്ക് എത്ര അവലാണോ വേണ്ടത് അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും അവലാണ് എടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ പൊടികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ്. നല്ലപോലെ പഴുത്തത് അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് മൊത്തം പൊളിയായി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പഴുത്ത പഴം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പഴം തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അതിന് ശേഷം ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരുണ്ട ശർക്കരയുടെ ഒരു 3/4 ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത്രയും വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇത് ഉരുക്കിയെടുക്കാം. അത് വീണ്ടും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് എപ്പോഴാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലിയ ഒരു മുറി തേങ്ങയാണ്. തേങ്ങ എത്ര കൂടിയാലും ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാനിപ്പം കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ കിസ്മസും എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങനെ കുറുകി പോകുമൊന്നും വേണ്ട. ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ അടിയിൽ കുറച്ച് കരടുകളൊക്കെ ഉണ്ട്, അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ഏലക്കായ 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ പാകമാകുമ്പോൾ ഒന്ന് കോരിയെടുക്കാം. അതേ പാനിലേക്ക് തന്നെ അരിഞ്ഞു വെച്ച് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അതൊന്ന് ആ പാത്രത്തിലിട്ട് നെയ്യ് ഒഴിച്ച പാത്രത്തിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു മണമൊക്കെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അത് ഒരുപാടൊന്നും അങ്ങോട്ട് കരിഞ്ഞു പോകുന്നും വേണ്ട. ഒന്ന് പതിയെ ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. ആ പഴമൊക്കെ വെന്ത് വരുമ്പോൾ നല്ല മണം ഉണ്ടോ, നല്ല മണം വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ കഴിക്കണം. ഇനി വേറൊരു പാനിലേക്ക് അവലിട്ട് കൊടുക്കാം. അതൊന്ന് അങ്ങ് ചൂടായി വരട്ടെ. നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പതിയെ ഞെരുക്കി എടുക്കുമ്പോൾ അതൊന്ന് പൊടിഞ്ഞു കിട്ടണം. ആ പാകമാവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അവല് ആ പാനിൽ നിന്നും മാറ്റി വയ്ക്കാം. ഈ തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അവല് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മസും ഇട്ട് കൊടുക്കാം. അതുപോലെ ശർക്കര നീരും. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം പതിയെ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പഴം കുഴഞ്ഞു പോകും. സ്വാദിഷ്ടവും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെഡി. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. എത്ര ഹെൽത്തിയാണ്. ഒരു പ്രാവശ്യം കൊടുത്തു നോക്കൂ, നിർത്താതെ തിന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും, ഉറപ്പാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊന്നുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.